പാകിസ്ഥാൻ ഇത്രയും പെട്ടെന്ന് നമ്മുടെ വിമാനവാഹിനി കപ്പലിനടുത്ത് ഒരു മിസൈൽ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പാകിസ്ഥാനിലുള്ളവർ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇതൊരു ഹൈപ്പസോണിക് മിസൈൽ, ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലിനെ തകർക്കാൻ കഴിവുള്ള അത്രയും ശക്തമായ ഒരു മിസൈൽ എന്നാണ് പറയുന്നത്. പക്ഷേ സത്യം എന്താണെന്ന് നോക്കിയാൽ ഈ മിസൈൽ പരീക്ഷണം സ്മാഷ് എന്ന പാകിസ്ഥാന്റെ ഇതിനകം തന്നെ ടെസ്റ്റ് ചെയ്ത ഒരു ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണമാണ്. ഈ ഒരു പരീക്ഷണം നടക്കുന്നത് പാകിസ്ഥാന്റെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ ആയതുകൊണ്ടും ആ ഒരു സോണിൽ നിന്നും ഇന്ത്യയുടെ നാവൽ അസറ്റ്സും വളരെ അടുത്തായതുകൊണ്ടും ഈ ഒരു മിസൈൽ പരീക്ഷണം പാകിസ്ഥാൻ ചെയ്യാൻ പാടില്ല എന്നാണ് ഇന്ത്യയിലുള്ള പലരുടെയും അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ ഈ മിസൈൽ പരീക്ഷണം പാകിസ്ഥാൻ എങ്ങനെ ചെയ്യാൻ പോകുന്നു, ഇത് ഇന്ത്യക്ക് എങ്ങനെ തടയാൻ സാധിക്കും, എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ആദ്യത്തെ കാര്യം, പാകിസ്ഥാൻ 2024 സ്മാഷ് എന്ന ഒരു മിസൈൽ പരീക്ഷിച്ചു നോക്കി. ഇതൊരു ബാലിസ്റ്റിക് മിസൈലാണ്. ഈ ബാലിസ്റ്റിക് മിസൈൽ പാകിസ്ഥാന്റെ യുദ്ധക്കപ്പലുകളിൽ നിന്നും ലോഞ്ച് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇതിനകം പറഞ്ഞിരുന്നു, ആന്റി ഷിപ്പ് എന്ന റോളിന് പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന മിസൈലുകൾ എല്ലാം തന്നെ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മിസൈലുകളാണ്. ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്ന മിസൈലുകളിലെ പ്രശ്നം എന്താണെന്ന് നോക്കിയാൽ, MTCR നിയമമനുസരിച്ച് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മിസൈലുകൾ പോലുള്ള സാങ്കേതിക വിദ്യ കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ ആ സാങ്കേതിക വിദ്യയുടെ ക്യാപ് 240 കിലോമീറ്റർ അല്ലെങ്കിൽ 250 കിലോമീറ്റർ മാത്രമായിരിക്കണം. അതിന് മുകളിലേക്ക് പോകാൻ പാടില്ല. ഉദാഹരണത്തിന്, ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ഫിലിപ്പീൻസിന് നൽകുകയാണെങ്കിൽ ബ്രഹ്മോസ് മിസൈലിന്റെ റേഞ്ച് 250 കിലോമീറ്റർ മാത്രമായിരിക്കണം. ഇതാണ് നിയമം. ഈ നിയമം അനുസരിച്ച് പാകിസ്ഥാൻ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ മിസൈലുകളുടെയും റേഞ്ച് വളരെ വളരെ കുറവാണ്. എന്നാൽ ഇന്ത്യയുടെ ഭാഗത്ത് നോക്കിയാൽ ബ്രഹ്മോസ് എന്ന ഈ ഒരു മിസൈൽ ഇന്ത്യയിൽ ജോയിന്റ് മാനുഫാക്ചറിംഗ് ചെയ്യുന്നതുകൊണ്ടും MTCRൽ ഇന്ത്യ ഒരു മെമ്പർ ആയതുകൊണ്ടും ബ്രഹ്മോസിന്റെ റേഞ്ച് എന്നത് 500, 600, 800 കിലോമീറ്റർ വരെയുണ്ട്. ഇങ്ങനെ എക്സ്റ്റെൻഡഡ് റേഞ്ചിലാണ് നിർമ്മിക്കുന്നത്. അപ്പോ നമ്മൾ നമ്മുടെ വാർഷിപ്പിൽ നിന്നും 800 കിലോമീറ്റർ മാറിയുള്ള പാകിസ്ഥാൻ യുദ്ധക്കപ്പലുകളെ ആക്രമിക്കാൻ കഴിയും. പക്ഷേ പാകിസ്ഥാൻ യുദ്ധക്കപ്പലുകളെ കൊണ്ട് നമ്മുടെ വാർഷിപ്പിനെ ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ 200 കിലോമീറ്റർ അടുത്തേക്ക് വന്നാൽ മാത്രമേ സാധിക്കൂ. ഇപ്പോ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായി പാകിസ്ഥാൻ ചെയ്തത് സ്മാഷ് എന്ന 350 കിലോമീറ്റർ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈൽ ചൈനയുടെ മിസൈൽ സാങ്കേതിക വിദ്യ വഴി നിർമ്മിക്കുന്നു. ഈ പ്രത്യേക സ്മാഷ് എന്നത് ബാലിസ്റ്റിക് ട്രജക്ടറിയിൽ നിന്നും ചെറുതായി ഒന്ന് മാറിയാണ് യാത്ര ചെയ്യുക. അതായത് നമ്മുടെ പ്രളയ മിസൈൽ അതെങ്ങനെയാണോ ബാലിസ്റ്റിക് പോലെ പോകാതെ അതിന്റെ പാത മിഡ്കോഴ്സിൽ ചെറുതായി ഒന്ന് ചേഞ്ച് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്മാഷും അതിന്റെ പാത ചെറുതായി ഒന്ന് മാറ്റി സഞ്ചരിക്കും. ഇങ്ങനെ മാറ്റുന്ന കാരണത്താൽ ഈ ഒരു മിസൈലിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതും വളരെ ബുദ്ധിമുട്ടാണ്. കൂടാതെ പാകിസ്ഥാന്റെ അവകാശവാദം എന്താണെന്ന് നോക്കിയാൽ, സ്മാഷ് മിസൈൽ ഉണ്ടെങ്കിൽ മാത്രം മതി ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകളെ നശിപ്പിക്കാൻ കഴിയും എന്ന് ഈ ഒരു ചിന്തയിലാണ് അവരുള്ളത്. അപ്പോ ഈ സ്മാഷ് മിസൈൽ പരീക്ഷണമാണ് എത്രയും പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്നത്, അതും പാകിസ്ഥാന്റെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ. നമ്മൾ ഇന്ത്യയും വ്യോമ പ്രതിരോധത്തിനായും മറ്റും പല എക്സസൈസുകൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാനും ഇപ്പോ അവരുടെ പവർ കാണിക്കാനായി ഞങ്ങളെ എതിർത്ത് നിങ്ങൾ യുദ്ധം ചെയ്യാൻ വരികയാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഇതായിരിക്കും എന്ന് കാണിക്കാനായി അവരുടെ ജനങ്ങൾക്ക് ഒരു വിശ്വാസം നൽകുന്ന രീതിയിൽ ചില എയർ എക്സസൈസും മിസൈൽ ടെസ്റ്റും എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു മിസൈൽ ടെസ്റ്റ് ആണ് ഇത്. എന്നാൽ ഈ ഒരു മിസൈൽ ടെസ്റ്റ് ഇന്ത്യ വിചാരിക്കുകയാണെങ്കിൽ തടയാനും സാധിക്കും. അതിനുള്ള കാരണം പാകിസ്ഥാന്റെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ എപ്പോഴും ഇന്ത്യൻ നാവൽ അസറ്റ്സ് ഉണ്ടാകും. ഒരു കൺട്രിയിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ടാകും. ഒന്ന് ടെറിട്ടോറിയൽ വാട്ടേഴ്സ്, മറ്റൊന്ന് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. ഈ ടെറിട്ടോറിയൽ വാട്ടർ മാത്രമാണ് ആ രാജ്യത്തിന് പൂർണ്ണമായും അവകാശപ്പെട്ടത്. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്നത് ആ രാജ്യത്തിന് അവകാശപ്പെട്ടതാണ്. എന്നാൽ ആ ഒരു പ്രദേശത്ത് ഏത് രാജ്യത്തിന്റെ യുദ്ധക്കപ്പലുകൾക്ക് വേണമെങ്കിലും വരാം, ഏത് രാജ്യത്തിന്റെ കൊമേഴ്ഷ്യൽ കപ്പലുകൾക്ക് വേണമെങ്കിലും യാത്രയും ചെയ്യാം. ഇതൊന്നും ആ രാജ്യത്തെ കൊണ്ട് തടയാൻ സാധിക്കില്ല. അപ്പോ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലുള്ള ആ ഒരു വാട്ടറിലുള്ള വിഭവങ്ങൾ, ആ സമുദ്രത്തിലുള്ള മത്സ്യ വിഭവങ്ങൾ, കടലിനടിയിലുള്ള എണ്ണ ശേഖരം, ഫോസിൽ ഫ്യൂവൽ, എന്ത് വേണമെങ്കിലും ആകാം, ഇവയെല്ലാം ആ കൺട്രിക്കാണ് അവകാശപ്പെട്ടത്. എന്നാൽ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിന്റെ ആക്സസ്, അതുവഴി നമുക്ക് ഗതാഗതം ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാർഷിപ്പുകൾ കൊണ്ടുപോയി നിർത്താം. ഇവയ്ക്കൊന്നും ആ രാജ്യത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, തടയാനും കഴിയില്ല. ഇന്ത്യക്കും ഇതേ കേസ് തന്നെയാണ്. ലോകത്തിലെ ഏത് രാജ്യമെടുത്താലും ഇത് തന്നെയാണ് സാഹചര്യം. അതനുസരിച്ച് നോക്കിയാൽ
പാകിസ്ഥാന്റെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ വർഷങ്ങളായി ഇന്ത്യയുടെ സബ്മറൈൻസ് ഓപ്പറേറ്റ് ആകുന്നുണ്ട്. സബ്മറൈൻസ് എന്ന് പറയുമ്പോൾ അത് വെള്ളത്തിനടിയിലുള്ളത് കൊണ്ട് തന്നെ അതിനെ അത്ര പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കില്ല. കറാച്ചി തുറമുഖത്തെ നമ്മുടെ അന്തർവാഹിനികൾ എപ്പോഴും ഒരു റഡാർ നിരീക്ഷണത്തിൽ തന്നെ വച്ചിരിക്കും. ഇത് വർഷങ്ങളായി നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഒരു പടി മുകളിലേക്ക് ചെന്ന് ചെയ്തത് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ നിന്നും കുറച്ചു മാറി INS വിക്രാന്ത് എന്ന വിമാനവാഹിനി കപ്പലിനെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഇപ്പോ ഈ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ സ്മാഷ് മിസൈൽസ് പരീക്ഷിച്ചു നോക്കുകയാണെങ്കിൽ തിയററ്റിക്കലി പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു വാർഷിപ്പ് ഈ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിനുള്ളിൽ കൊണ്ടുവന്ന് ഇവർ ആ മിസൈൽ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് ആ മിസൈലിനെ വെടിവെച്ച് വീഴ്ത്താൻ സാധിക്കും. ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പാകിസ്ഥാൻ ജനങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് നൽകുന്നത് പോലെ ആയിരിക്കും. അതും പാകിസ്ഥാൻ ആർമിക്ക് ഒരു മെസ്സേജ് നൽകുന്നതിന് തുല്യമാണ്. അതായത് ഇന്ത്യയുടെ പക്കലുള്ള സാങ്കേതിക വിദ്യ പാകിസ്ഥാനേക്കാൾ പല മടങ്ങ് വർദ്ധിച്ചതാണ്. ഈ ഒരു സന്ദേശം തീർച്ചയായും അവിടെയുള്ള ഓരോ പട്ടാളക്കാരിലും ഒരു തിരിച്ചടി പോലെ തന്നെ വന്ന് പതിക്കും. നമ്മുടെ മിസൈലിനെ ഇന്ത്യ ഇന്റർസെപ്റ്റ് ചെയ്തു. അപ്പോ ഇന്ത്യയുടെ നാവികസേനയ്ക്കെതിരെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് അവിടെയുള്ള ജനങ്ങളും മനസ്സിലാക്കും. ഇത് നല്ലൊരു തിരിച്ചടിയായിരിക്കും. ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക? പാകിസ്ഥാന്റെ മിസൈലിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ചെയ്യാൻ സാധിക്കും. അതിനാണ് നമ്മുടെ പക്കൽ ബറാഖ് 8 എന്ന സർഫസ് ടു എയർ മിസൈൽ ഉള്ളത്. ഈ ബറാഖ് 8നെ നമ്മളും ഇസ്രായേലും ചേർന്നാണ് നിർമ്മിച്ചത്. ബറാഖ് 8 എന്നതിനപ്പുറം ഈ വാർഷിപ്പിലുള്ള MF4 എന്ന റഡാറും വളരെ മികച്ചതാണ്, പവർഫുൾ ആണ്. കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞതാണ്. അപ്പോ ഈ 2 റഡാർ കൂടാതെ മിസൈൽസ് ഇവയ്ക്കും അപ്പുറം P8 പൊസൈഡൻ എന്ന ഒരു മാരിടൈം സർവൈലൻസ് പ്ലാറ്റ്ഫോം നമ്മുടെ പക്കലുണ്ട്. ലോകത്തിലെ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മാരിടൈം പാട്രോൾ എയർക്രാഫ്റ്റ് അത് P8 പൊസൈഡൻ ആണ്. ഇവയെല്ലാം നമ്മുടെ പക്കൽ ഉള്ളപ്പോൾ വീണ്ടും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പക്ഷേ പാകിസ്ഥാൻ ഈ സ്മാഷ് മിസൈൽസ് ലോഞ്ച് ചെയ്താൽ ആ മിസൈലിനെ ഏതൊരു പ്ലാറ്റ്ഫോമിനെ കൊണ്ടും ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അത് വാർഷിപ്പ് അല്ലെങ്കിൽ ഒരു പ്ലെയിൻ, ഏതിന് വേണമെങ്കിലും അതിനെ ട്രാക്ക് ചെയ്യാൻ കഴിയും. കൂടാതെ ഏതൊരു വാർഷിപ്പിൽ നിന്ന് വേണമെങ്കിലും മിസൈലും ഫയർ ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു MiG-29K യുദ്ധവിമാനം ആകാശത്തിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു P8 പൊസൈഡനും ആകാശത്തിൽ പറക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏവാക്സും അവിടെ പറക്കുന്നുണ്ട്. ഈ 3 ഏരിയൽ പ്ലാറ്റ്ഫോമും ആ ഒരു മിസൈലിനെ ട്രാക്ക് ചെയ്യുകയാണ്. ഈ 3 ഏരിയൽ പ്ലാറ്റ്ഫോമിൽ ഏവാക്സിന് കൂടുതൽ കൃത്യമായ ടാർഗറ്റിംഗ് ഡേറ്റ ലഭിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ അവിടെ ഏവാക്സ് ആദ്യം ചെയ്യുന്നത് താഴെയുള്ള ഇന്ത്യൻ നാവികസേനയുടെ വാർഷിപ്പിന് ഈ മിസൈലിന്റെ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് എല്ലാം നൽകും. അങ്ങനെ ഈ വാർഷിപ്പിൽ നിന്നും സർഫസ് ടു എയർ മിസൈൽ മുകളിലേക്ക് പോകും. ഇതിന് മുൻപുള്ള സാഹചര്യം എങ്ങനെയാണെന്ന് നോക്കിയാൽ ഈ വാർഷിപ്പിൽ നിന്നും ഒരു സർഫസ് ടു എയർ മിസൈൽ ആ ഒരു ടാർഗറ്റിനെ നോക്കി പോകുന്നുവെന്നുണ്ടെങ്കിൽ ആ വാർഷിപ്പിന്റെ റഡാറിൽ മാത്രമായിരിക്കും അതിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുക. എങ്കിൽ മാത്രമേ ആ വാർഷിപ്പിൽ നിന്നും ലോഞ്ച് ആകുന്ന സർഫസ് ടു എയർ മിസൈൽ ആ ടാർഗറ്റിൽ ചെന്ന് ആക്രമിക്കുകയുള്ളൂ. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല. ഇപ്പോ നമുക്ക് ഏതൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വേണമെങ്കിലും ട്രാക്കിംഗ് ഡീറ്റെയിൽസ് എടുക്കുകയും നമ്മുടെ വാർഷിപ്പിലേക്ക് നൽകാനും കഴിയും. ആ വാർഷിപ്പിൽ നിന്ന് മിസൈൽ ലോഞ്ച് ചെയ്യാനും സാധിക്കും. ഇത് നമുക്ക് എങ്ങനെയുള്ള ഒരു നേട്ടമാണ് നൽകുന്നത് എന്ന് ചോദിച്ചാൽ, പൊതുവെ ഒരു മിസൈൽ അല്ലെങ്കിൽ ഒരു ഫൈറ്റർ ജെറ്റ്സ് വരുന്നു എന്നുള്ളപ്പോൾ ആ ഫൈറ്റർ ജെറ്റിന് തൊട്ടടുത്ത് മറ്റൊരു വാർഷിപ്പ് ഉണ്ടാകും. ആ വാർഷിപ്പിൽ നിന്നും മിസൈല് ലോഞ്ച് ചെയ്താൽ മാത്രമേ ഫൈറ്റർ ജെറ്റിനെ ആക്രമിക്കാൻ കഴിയൂ. എന്നാൽ ആ വാർഷിപ്പിലുള്ള റഡാറിനെ കൊണ്ട് ട്രാക്ക് ചെയ്യാൻ കഴിയില്ലായിരിക്കും. അപ്പോ മറ്റൊരു പ്ലാറ്റ്ഫോം അതിനെ നന്നായി തന്നെ ട്രാക്ക് ചെയ്യുന്നുമുണ്ടാകും. ഇങ്ങനെ കമ്പൈൻഡായി ഒരു വാർഫെയറിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെയുള്ള കൃത്യതയും വളരെ അധികമായിരിക്കും. ഇതാണ് റഷ്യൻസും ഉക്രൈനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തിടെ പോലും 2-3 മാസത്തിന് മുൻപ് യുക്രൈന്റെ ഒരു യുദ്ധവിമാനത്തെ, പ്രത്യേകം പറയണമെങ്കിൽ F-16 യുദ്ധവിമാനത്തെ റഷ്യൻസ് എങ്ങനെ വെടിവെച്ച് വീഴ്ത്തിയെന്നറിയണ്ടേ? Su-35 എന്ന ഫൈറ്റർ ജെറ്റിൽ നിന്നും ആ ഉക്രൈൻ യുദ്ധവിമാനത്തെ ട്രാക്ക് ചെയ്യുകയും താഴെ തറയിലുള്ള S-400ലേക്ക് ഈ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് എല്ലാം അയക്കുകയും ചെയ്തു. അങ്ങനെ S-400ൽ നിന്നും ഒരു സർഫസ് ടു എയർ മിസൈൽ പോകുന്നു, ആ ഉക്രൈൻ യുദ്ധവിമാനത്തെ വെടിവെച്ച് വീഴ്ത്തുന്നു. ഇങ്ങനെ കമ്പൈൻഡായി നമ്മൾ യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ നമ്മെക്കൊണ്ട് ആ യുദ്ധത്തിൽ നമ്മുടെ അസറ്റ്സിനെ എഫിഷ്യന്റായി ഉപയോഗിക്കാൻ സാധിക്കും. ഇത് അമേരിക്കൻസ് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അമേരിക്കൻസിന്റെ മിലിറ്ററി വളരെ സുപ്പീരിയർ ആയത്. അതേ ടെക്നിക് നമ്മൾ ഉപയോഗിച്ച് ഇവിടെ പാകിസ്ഥാന്റെ ഈ മിസൈൽ ടെസ്റ്റിനെ നടത്താൻ അനുവദിക്കാതെ ആ മിസൈലിനെ വെടിവെച്ച് വീഴ്ത്തുകയാണെങ്കിൽ ലോകത്തിന് തന്നെ ഇതൊരു മെസ്സേജായി മാറും. ഇന്ത്യയിലുള്ള ചില വ്യക്തികൾക്കും ഇതൊരു നല്ല മെസ്സേജ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് എക്കി എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.